എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാനിനി ഒന്നും ചെയ്യില്ല പ്ലീസ്. നീ കയറി കളിച്ചത് എന്റെ സമ്പാദ്യത്തില, നീ നോവിച്ചത് എന്റെ പേര്. അതിനുള്ള വിചാരണ ശിക്ഷയും ഞാൻ ഇപ്പൊ ഇവിടെ വന്നു. നോ പ്ലീസ്. മോനെ, എന്താടാ, എന്താ പറ്റിയേ? ചമ്മ അടിച്ച് ഞാനിപ്പോ ചാകും. ഈ ചെറുക്കൻ രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞ ഉള്ള ഗെയിമും കളിച്ച് നടക്കും. എന്നിട്ട് ചത്തു കൊന്നു എന്നും പറഞ്ഞ് കാറിക്കോളും. എന്നിട്ട് പോടാ, നിന്റെ വാലി വെളി വന്ന് നിക്കണുണ്ട്. ഓ ശരിയാ, ഇന്ന് ജൂനിയേഴ്സ് വരുന്നേ, പണിയുണ്ട്. കുളിക്കണം? അല്ലേ വേണ്ട, പല്ല് കഴിച്ചിട്ട് വരാം. അമ്മേ, എന്നിട്ട് അവിടെ ആകെ അടിയായി വലിയായി പിടിച്ചു മാറ്റാൻ ചെന്ന എനിക്കും കിട്ടി 2 എണ്ണം ബോണസ് ആയിട്ട്. ഓ, അപ്പൊ അതാണ് വണ്ടിന്ന് വീണതാണെന്നും പറഞ്ഞ് ആ ചെറുക്കൻ ചുണ്ടും മുറിച്ചോണ്ട് വന്നത്. ഞാൻ ആദ്യം കരുതി ഏതോ ഫ്രഞ്ച് കഴിഞ്ഞിട്ട് വരുന്നതാണെന്ന്. ഏയ്, ഫ്രഞ്ച് പോയിട്ട് ഒരു കുന്നംകുളം പോലും അവന് കിട്ടാറില്ല. മതിയടാ, എന്റെ അമ്മയുടെ കൂടെ ഇരുന്ന് എന്റെ കുറ്റം പറഞ്ഞത്. വാ പോവാം. പോവണൊക്കെ കൊള്ളാം, അടിയും വാങ്ങി കൂട്ടി വന്ന വീട്ടിൽ കയറ്റില്ല ഞാൻ. ആ ശരി ശരി, ഞാൻ പോയി അരക്കുറ്റിനും കൂടെ പിക്ക് ചെയ്യട്ടെ. വന്നു ഞാൻ. ഇതെന്തു പാടി, നീ മുറുക്കിയോ? ഓ ജൂനിയേഴ്സ് അടി വരുന്നേ, നീ അവരെ കൂടി വളയ്ക്കാതെ. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. പിന്നെ ഇത് മേക്കപ്പ് അല്ല, എന്റെ സെൽഫ് കോൺഫിഡൻസാ. സെൽഫ് കോൺഫിഡൻസിന് ഇപ്പൊ നല്ല ബ്ലഡിന്റെ കളർ. മതി രാവിലെ തന്നെ എന്നെ ഊക്കിയത്. വാ പോവാം. ഓ, രാവിലെ തന്നെ എല്ലാ എണ്ണവും വെളിയിൽ തന്നെ നിപ്പുണ്ട്. അത് പിന്നെ എങ്ങനെയല്ലേ വരും, നമുക്ക് കിട്ടിയത് നമ്മളും ജൂനിയേഴ്സിന് കൊടുക്കണ്ടേ. പിന്നെ എന്താടി ഉണ്ണി, ഉറുമ്പ് കടിച്ചോ? നീ എന്തിനാ കിടന്ന് ഡിസ്കോ കളിക്കുന്നേ? വാഷ്റൂമിൽ പോണം. എന്താടാ കാർത്തി? ഒന്നുമില്ലടാ, അവൾക്ക് വാഷ്റൂമിൽ പോണോന്ന്. നീ പെട്ടെന്ന് പോയിട്ട് വാ, ഞങ്ങൾ അപ്പോഴേക്കും തുടങ്ങാം. ഡാ, ഇവിടെ വാടാ. എന്താടാ നിനക്ക് വരാനൊരു പ്രയാസം? വാട്ട്? വൈ ഡിഡ് യു കോൾ മീ? നിന്റെ പേരെന്താടാ? രാഹുൽ. അപ്പൊ എങ്ങനെയാ, തുടങ്ങുമല്ലേ? എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഒരു 25 തവളച്ചാട്ടം ആയിക്കോട്ടെ. വാട്ട്? തവളച്ചാട്ടം? വാട്ട് വാസ് ദാറ്റ്? ഓ ഐ കാണ്ട്. എടാ പുന്നാര മോനെ, ഞാനിവിടെ പറയുന്ന എന്താണെന്ന് നിനക്കറിയാം. നീ ഇപ്പൊ ഞാൻ പറയണ പോലെ ചെയ്തില്ലേ? ആ എത്ര കേട്ടോ ചേട്ടാ ചാടണ്ടേ? വെറും 25 പ്രാവശ്യമുള്ള അനിയ. അപ്പൊ ചടിക്കോ? ആ, ഗുഡ് ബോയ്. ആദ്യമേ ഇതങ്ങ് ചെയ്താ പോരായിരുന്നോ? അപ്പൊ അവന്റെ ഒരു വേഷം കെട്ട്. നെക്സ്റ്റ് ആരെ വിളിക്കുകളിയാ? ആ ഗ്രൂപ്പിനെ വിളിക്കാം. ഏയ്, ഇങ്ങ വന്നേ. ഇവരെ ഞാൻ ഇനി എവിടെ പോയി നോക്കും? നിന്റെ മുഖത്തെന്താടി, കണ്ണില്ലേ? ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ അത് തുറന്ന് നോക്കണം, അല്ലാതെ ഏത് സമയം എന്നെ തട്ടി വീഴുകയല്ല ചെയ്യണ്ടേ. ആ, എന്ത് ചെയ്യാനാ, 2 വർഷമായിട്ട് നിന്നെ തട്ടി വീഴുന്നത് എനിക്ക് ശീലമായില്ലേ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ബെന്നി, ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. നീ ഒന്ന് എസ് പറഞ്ഞാ മതി, തൂക്കി എടുത്തോണ്ട് ഞാനങ്ങ് പോവും. ആ, പൊക്കോ പൊക്കോ, തൽക്കാലം ഇത് മതി. പിന്നെ എവിടെ നോക്കിയ? സോറി, ഞാൻ കണ്ടില്ല. ഓ നിർത്താന്ന് കരുതിയതാ. ഇനിയിപ്പോ നീയായിട്ട് വന്ന സ്ഥിതിക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് പ്രോഗ്രാം എന്ത്?
ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കുന്നു ആരേലുമായിട്ട് ഒരു കപ്പിൾ ഡാൻസ് ആണ് വിളിക്കാം. ഇല്ല, ഞാൻ ചെയ്യില്ല. എക്സ്ക്യൂസ് മീ, എന്താ നീ പറഞ്ഞ? ചെവി കേൾക്കത്തില്ലേ? ഞാൻ ചെയ്യില്ല. നീ ഇനി ഇവിടെ നിന്ന് ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഞാൻ ചെയ്യില്ല എന്നല്ലേ പറഞ്ഞേ. നിന്നെ ഞാൻ ഇന്ന് ഏയ് ജിത്തു, ജിത്തു മതിയുടെ, വേണ്ട. എന്തു നോക്കി നിക്കുക? എല്ലാരും ക്ലാസ്സിൽ പൊക്കേ. ജിത്തു നീങ്ങ വന്നേ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ നിന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന്. ഇപ്പൊ നീ പെണ്ണുങ്ങളോട് തുടങ്ങിയോ? നീ എന്തിനാ ജിത്തു ഇത്രയും പ്രവോക്കാവുന്നേ? പിന്നെ അവളെ പറഞ്ഞ ശേഷം നീയും കേട്ടതല്ലേ? എന്നും പറഞ്ഞ് ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കണം? ആക്കും. അവൾ ഈ കാണിച്ചത് ഞാൻ കൊടുക്കുകയും ചെയ്യും. ഡാ, അറിഞ്ഞോ ഫ്രഷേഴ്സ് ഡേ അനൗൺസ് ചെയ്തെന്ന്? അതെന്താ ഇത്ര പെട്ടെന്ന്? മോനെ, ഇത് നമ്മുടെ കോളേജ് അല്ലേ, ഇപ്പൊ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും. പിന്നെ സീനിയേഴ്സ് വേണം ജൂനിയേഴ്സിനെ പ്രോഗ്രാമിന് സെലക്ട് ചെയ്യണ്ടേ. അങ്ങനെ ആ പണിയും നമുക്ക് തന്നെ. നീ എന്താ ജിത്തു ചിന്തിക്കുന്നേ? അവക്കിട്ട് പണി കൊടുക്കാൻ നല്ലൊരു വഴി ഞാൻ കാണുന്നുണ്ട്. എന്തേലും ഉടായിപ്പാണ് പൊന്നു മോനെ, തലമുണ്ടടിച്ച് ഞാൻ പൊട്ടിക്കും. എന്താ നിന്റെ പ്ലാൻ? ദേ, പിന്നെ അതൊരു പെൺകൊച്ചാണ് കേട്ടോ, നല്ലോണം ആലോചിച്ച് വേണം. ഇതുവരെ ചെയ്ത പോലെയൊന്നും അല്ല. പ്ലാൻ അല്ല, ഞാൻ പറയാം. പിന്നെ അതിനു മുന്നേ എനിക്ക് കാവ്യനെ ഒന്ന് കാണണം. എന്തിന്? നീ ഇനി അവളുടെ പ്രപ്പോസ് അക്സെപ്റ്റ് ചെയ്യാൻ പോവാണോ? അങ്ങനെയാണ് പൊന്നു ജിത്തു, ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുവേ. ഓ, അതിനൊന്നും വല്ലടി. ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവളെ കൊണ്ടേ പറ്റൂ. വാ, നമുക്ക് പോയി അവളെ നോക്കാം. ഡാ നോക്കിയേ, ആ പെണ്ണ് ഡെന്നി ആയിട്ടല്ലേ സംസാരിക്കണേ? ഓ, നീ സൗണ്ട് ഉണ്ടാക്കാതെ, കേക്കട്ടെ. അതൊന്നും കുഴപ്പമില്ല ഡെന്നിച്ച, ഞാൻ മാനേജ് ചെയ്തോളാം. ആ, അത് പിന്നെ എന്റെ മകളെ എനിക്കറിയില്ലേ. എന്തേലും പ്രശ്നം ഉണ്ടായ വന്ന് പറയണേ കേട്ടോ. അതൊക്കെ അത്രേ ഉള്ളൂ ഡെന്നിച്ച. എന്നാ പിന്നെ ശരി, പോട്ടെ. ഓ മൈ ഗോഡ്, എന്റെ ഫ്യൂച്ചർ നാത്തൂനായിരുന്നു. ശേ, ഇംപ്രസ് ചെയ്യാനുള്ള ചാൻസ് മിസ്സായി. ഇംപ്രസ് ചെയ്യാൻ അങ്ങ് ചെല്ല്. ഭാവി ഏട്ടത്തെ ഇതുവരെ ഏട്ടൻ അംഗീകരിച്ചിട്ടില്ല. അതേ തൊട്ട് കൂട്ടിട്ട് കാരണമല്ലേ. എന്നാ ചെല്ലടി അവന്റെ പുറകെ. ഏയ്, നിങ്ങൾ എന്റെ അവിഹിതമല്ലേ, അത്ര പെട്ടെന്ന് കളയാൻ പറ്റുമോ? അതെ അതെ. അല്ല ജിത്തു, നീ എന്താ ആലോചിക്കുന്നേ? ഡെന്നിയുടെ പെങ്ങള് എന്റെ മുന്നിൽ വന്നത് എന്തായാലും നന്നായി. എന്ന് വെച്ചാ? നീ വാ, നമുക്ക് പോയി കാവ്യെ നോക്കാം. And I'm gonna serve exactly what you are. Cut! ഏ ജിത്തു, നീ എന്താ ഇവിടെ? എന്നെ കാണാനാണോ? അല്ലടി, നിന്റെ കുഞ്ഞമ്മയെ കാണാൻ. കാവ്യ, എനിക്ക് തന്നെ ഒരു ഹെൽപ്പ് വേണം. അമ്മേ, ഞാൻ ഇറങ്ങുവാ. നേരത്തെ ആണല്ലോ ഇന്ന്. ഇന്ന് ഫ്രഷേഴ്സ് ഡേ അല്ലേ അമ്മേ, കുറെ കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. പ്രിൻസി എങ്ങാനും വിളിച്ചാ ഞാൻ വരത്തില്ല കേട്ടോ. വാടകയ്ക്ക് വരെ അമ്മയെ കിട്ടുമോ നോക്കിക്കോ. ഓ, എന്തിനാ വെറുതെ വാടകയ്ക്കൊക്കെ? ഞാൻ വേണമെങ്കിൽ എന്റെ അപ്പനെ വിളിച്ചോണ്ട് പൊക്കോളാം. പിന്നെ അങ്ങേരിപ്പം മണ്ണീന്ന് പൊങ്ങി വരുമല്ലേ. വെറുതെ എന്റെ കെട്ടിയവനെ പറയിപ്പിക്കാതെ പോടാ. കാവ്യ, എങ്ങനെയല്ല? ഓക്കെ അല്ലേ? എല്ലാം നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഡാ. ഞാനെന്നാ അവരുടെ അടുത്തോട്ട് ചെല്ലട്ടെ. ജിത്തു, ഒന്ന് നിന്നേടാ. എന്താടോ? എടാ, നീ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ അതിന് വില പറയുമെന്ന് കരുതരുത്. എന്താ താൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ ചെയ്യുന്നതിന് പകരമായിട്ട് നീ എൻ്റെ കൂടെ ഒരു ഡേറ്റിന് വരണം ഈ സൺഡേ. ഓക്കെ ദെൻ. പ്ലേസും ടൈമും എല്ലാം താൻ തന്നെ ഫിക്സ് ചെയ്തു. ഓ, താങ്ക് യു സോ മച്ച് അബി. ജിത്തു ഓർ അഭിജിത്ത്? ഓ സോറി ജിത്തു. എന്നാ താൻ ചെല്ലേ. സോ മാളവിക, വെൽക്കം സ്പീച്ചിന് റെഡിയല്ലേ?
ആ ഓക്കെ മാം റെഡിയാ. താൻ പോയി പ്രിപ്പയർ ആവുക. ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട്. മോളെ ടെൻഷൻ ഉണ്ടോ നിനക്ക്? ഉണ്ടോന്നോ ഡെന്നിച്ച? ഞാൻ എത്ര പറഞ്ഞതാണെന്നോ ഞാൻ ഇതിനൊന്നും ഇല്ലാന്ന്. പക്ഷെ ആര് കേൾക്കാൻ. ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേടാ. അതെ അതെ. പിന്നെ ഡെന്നിച്ച അവൾ എത്താറായോ? ബ്ലോക്കിൽ പെട്ട് കിടക്കുക. കുറച്ച് ടൈം എടുക്കും എത്താൻ. അവളോട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ കേക്കത്തില്ലല്ലോ. അവള് വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണേ ഡെന്നിച്ച. ആടാ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. മാളവിക, തന്നെ മാം വിളിക്കുന്നു. എന്നെയോ? എന്തിനാ? അതൊന്നും അറിയില്ല. ലൈബ്രറി ചെല്ലാൻ പറഞ്ഞു. മേ ബി പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനാവും. ഓക്കെ എന്നാ ഞാൻ ചെല്ലട്ടെ. ഇനി എത്ര നേരം ആവൂടാ? പ്രോഗ്രാം തുടങ്ങാറാവുന്നേ. പെട്ടെന്ന് വാ. ഓക്കെ ടേക്ക് കെയർ. ഓഹോ ടേക്ക് കെയർ പോലും. സത്യം പറ, നിങ്ങൾക്ക് ഞാൻ അറിയാതെ അവിഹിതവും ജാരസന്ധതികളും ഇല്ലേ? നീ ഇപ്പൊ ഇത് എവിടുന്ന് പൊട്ടി മുളച്ചു? യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. ദേ അങ്ങനെയാണ് നിങ്ങളെ അവളെയും കൊന്ന് ഞാൻ സെൻട്രൽ ജയിലിൽ പോയി റെസ്റ്റ് എടുക്കും. രാവിലെ തന്നെ എന്റെ നേരെ ചാടാതെ പോയി അവിടെ എങ്ങനെ ഇരിക്കന്നെ കൊച്ചെ. ഓ ഞാൻ ഇരുന്നോളാം. ഇരുന്നില്ലേ നിങ്ങളെന്നെ മടിയിലൊന്നും ഇരുത്താൻ പോണില്ലല്ലോ. നിന്നെ ഒരു ദിവസം ശരിക്കും എന്റെ കൈ കിട്ടും. അന്ന് ഇതിനെല്ലാം ഞാൻ തരുന്നുണ്ട്. ശോ പോ അവിടുന്ന്, എനിക്ക് നാണം വരുന്നു. മാം മാം എന്തായി? എല്ലാം ഓക്കെയാ. പ്രോഗ്രാമിന്റെ ടൈമിൽ അവള് വരില്ല. എടാ വാട, പെട്ടെന്ന് പാർക്കിംഗ് കയറ്റ്. താമസിച്ച അയച്ചോടി കൊല്ലും. തിരി തിരി തിരി. ഓ തിരിക്കല്ലേ. എവിടെ നോക്കിയാടി വണ്ടി ഓടിക്കുന്നേ? എന്തായാലും നിന്നെ നോക്കിയല്ല. ഓ എന്റെ വണ്ടി, നിന്നെ ഞാൻ. ഓഹോ കല്ല് തൊപ്പിക്കാനാണോ? എന്നാ എനിക്കൊരാളോട് ചോദിക്കാനുണ്ട്. ആരോടാടി? എന്റെ തന്തയോടാണോ? അതെ, എന്റെ ഡാഡി തറഞ്ഞാലുണ്ടല്ലോ. അതിന് അയാൾ ആരാടി? ഇന്ത്യൻ പ്രസിഡന്റോ? അല്ലല്ലോ, ഇവിടുത്തെ പ്രിൻസിപ്പളാ. വിശ്വനാഥ സാറാണോ? ഞാനിനി ഇത് കംപ്ലൈന്റ് ചെയ്താൽ? ഏയ് വേണ്ട വേണ്ട, ഫസ്റ്റ് അല്ലേ, എന്നെ വെറുതെ വിട്ടേക്കുന്നു. എപ്പോ? ഓ ആയിക്കോട്ടെ, കൊട്ടമ്മ വിശ്വസിച്ചു. എന്താടാ ചിത്തു, വർക്കൗട്ട് ആയോ നിന്റെ പ്ലാൻ? അത് പിന്നെ എന്റെ പ്ലാൻ അല്ലേ, സക്സസ് ആവാതിരിക്കും. So, next we are inviting Miss Malavika from first year Computer Science for deliver the welcome speech. ഇവളിത് എവിടെ പോയി? അങ്ങനെ എന്റെ പ്ലാൻ സക്സസ് ആയി. ഇനി വാ നമുക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഓൾ. ഏയ് ഇവളെങ്ങനെ ഇവിടെ വന്നു? കവ്യ, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലായിരുന്നു? ഞാൻ ചെയ്തായിരുന്നു. ഞാൻ അവളെ പൂട്ടിയിട്ടതാ. പിന്നെ എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് അറിയില്ല. നീ വാ, നമുക്ക് ബാക്ക് സ്റ്റേജിൽ പോയി നോക്കാം. ആണു, നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ എത്ര ടെൻഷൻ അടിച്ചു നിനക്ക് അറിയൂ? എന്നെ ആരെ മുറിയിന്നിട്ട് പൂട്ടിയിരുന്നു ഡെന്നിച്ച. അവിടുന്ന് എന്നെ ഇപ്പൊ തുറന്നു വിട്ടതേ ഉള്ളൂ. ആര്? ഡെന്നിച്ചാ കുഞ്ഞിന് എപ്പോ വന്നു? വന്നിട്ട് എന്താ നീ എന്നെ വിളിക്കാതിരുന്നത്? ഞാനൊരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിലേ മാളും സ്റ്റേജിൽ കയറത്തില്ലായിരുന്നു. അവളെവിടെയാന്ന് നീ എങ്ങനെ അറിഞ്ഞു? സ്റ്റേജ് എവിടെയാണെന്നറിയാതെ ഞാൻ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോഴാ ലൈബ്രറിയിൽ നിന്ന് ഇവളുടെ കരച്ചിൽ കേട്ടെ. എന്തായാലും നീ ഇപ്പൊ വന്നത് നന്നായി കുഞ്ഞി. നീ ഇല്ലാതെ ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു. അത് പിന്നെ നിനക്ക് ബോറടിക്കാതിരിക്കാനല്ലേ ഞാൻ ടെൻഷന് ആദ്യമേ പാക്ക് ചെയ്ത് വെച്ചേ. അപ്പളേ എന്റെ 2 പെങ്ങന്മാരിങ്ങ് വാ. അപ്പോ മാളവികയല്ലേ ഡെന്നിയുടെ പെങ്ങൾ? ഈ പെണ്ണായിരുന്നോ? എന്റെ നാത്തനിട്ട് പണിയാൻ പോയിട്ട് ശരിക്കും ഇപ്പോഴാണല്ലോ നീ എന്റെ നാത്തനെ കാണുന്ന ജിത്തു. ഓ ഡാം ഇറ്റ്. ഡെന്നിച്ച നിങ്ങൾ പൊക്കോ, ഞാൻ എന്റെ ബാഗ് എടുത്തിട്ട് വരാവേ. വേഗം വന്നോണം. ഏയ് വിടാനല്ലേ പറഞ്ഞേ. മിണ്ടാതിരിക്കടി.
വിടാനല്ലേ പറഞ്ഞേ? നിങ്ങൾ ആരാ? വിട്ടേ. നീ ആരാടി? നീ എന്തിനാ എന്റെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്? നിങ്ങളിത് എന്തിനെ കുറിച്ചായി പറയുന്നേ? ഞാൻ എപ്പോഴാ നിങ്ങൾക്ക് തടസ്സമായി? വിടാനല്ലേ പറഞ്ഞേ? ഇപ്പൊ വന്നതല്ലേ ഉള്ളു മോളെ, നീ വെറുതെ എനിക്കെതിരെ നിൽക്കണ്ട. അവസാനം നിനക്ക് താങ്ങാൻ കഴിയാത്തതിലും അധികം ആവില്ല. എന്നാലും എന്റെ മാളു, നിന്നെ ആരാന്ന് പൂട്ടിയിട്ടെ? നിന്നോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്നോട് ആ കാവ്യ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ. കാവ്യോ? ഏത് കാവ്യ? നീ അന്ന് ആര് പറഞ്ഞിട്ടാടി എന്നെ അവിടെ പൂട്ടിയിട്ടെ? പൂട്ടിയിട്ടുന്നോ? നീ ഇത് എന്തിനെ കുറിച്ചായി പറയുന്നേ? ഓ, എന്തിനെ കുറിച്ചാ പറഞ്ഞെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ലല്ലേ? സാരമില്ല, ഞാൻ പറഞ്ഞു തരാലോ. നീ ഇതെന്താ ചെയ്യുന്നേ? മര്യാദക്ക് പറഞ്ഞു, നീ ഇതെന്തിനു വേണ്ടിയാ ചെയ്തതെന്ന്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇത് അയാളല്ലേ? അപ്പൊ ഇയാളാണല്ലേ ഇതെല്ലാം ചെയ്തേ? അതെ, ഞാൻ തന്നെ ഇത് ചെയ്ത്. പിന്നെ നീ എന്താ കരുതി? നീ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ട് പോയാ ഞാനതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നു. തന്റെ കയ്യിലിരിപ്പിനുള്ള ഞാൻ തനിക്ക് തന്നത്. ഇനിയും താൻ എന്റെ നേരെ വന്ന അങ്ങനെ തന്നെ ഞാൻ ഇനിയും ചെയ്യും. അതിന് നീ എന്റെ പുറകെ ആര് വരുന്നു? എന്റെ ഫോക്കസ് കംപ്ലീറ്റ് മാറിയില്ലേ? ദയാ കുര്യൻ, സിസ്റ്റർ ഡെന്നി കുര്യൻ, ഇത് നമുക്ക് തമ്മിൽ കാണേണ്ടി വരും. റെഡിയായിരുന്നു നീ? Walking in the morning, I'm thinking of you. നീ എന്നാടി ഒന്ന് നേരെ നടക്കാൻ പഠിക്കുന്നതിന്റെ മായ? ഓ എന്റെ ഡെന്നി, നീ മായെന്ന് വിളിക്കുമ്പോഴ ഇതുവരെ കിട്ടിയ റിജക്ഷൻ അല്ലാന്ന് തോന്നുന്നേ. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാ, വെറുതെ ഇതിനാ നീ നിന്റെ ലൈഫ് കളയുന്നു. ഇതിനുള്ള ആൻസർ ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ. അതെനിക്ക് ഒരിക്കലും തിരിച്ചു തരാൻ പറ്റില്ലെങ്കിലും ഞാനും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. വേറെ ആരെങ്കിലും എന്റെ ലൈഫ് വന്ന് നിനക്ക് ഞാൻ ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? എന്റെ സ്നേഹം സത്യമാണ്. ഞാൻ അത് തുടർന്നുകൊണ്ടേയിരിക്കും, ഈവൻ നീ വേറെ ഒരാളുടെ ആയാൽ പോലും. എന്തുവാടി പെണ്ണെ നീ ഇങ്ങനെ സാധിച്ചു നിൽക്കുന്നേ? എന്നാടാ അവനെന്നെ വേണ്ടാത്തെ? എടി ഉണ്ണി, ബോധമുള്ള ആർക്കും മനസ്സിലാവും ആ പൊട്ടന് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിന്റെ ചെറുക്കന് ബോധം ഇല്ലാതായി പോയില്ലേ? എടി കുരുപ്പേ, നിനക്ക് വേണ്ടി അല്ലടി ചിത്തു അവനുമായിട്ടുള്ള ഫൈറ്റ് വരെ തുടങ്ങി വെച്ച്. അങ്ങനെ ഞങ്ങൾ നിന്നെ കൊണ്ടു നടക്കുമ്പോൾ നീ കരയുന്ന കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ? എന്ത് ചെയ്തിട്ടാണെങ്കിലും ഡെന്നീനെ നിനക്ക് തന്നെ തന്നിരിക്കും. അതുപോലെ ഇടി നിനക്ക്. മതി മതി. നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ണി. ഒരുത്തൻ ഇവിടെ പൂരം തമ്മിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നോ. എന്നെ ഒന്ന് കെട്ടിച്ച് വിട്ടൂടേടി നിനക്ക്. പെണ്ണുണ്ടോ? ഓഹോ, നോക്കിക്കോടി നീ. ഈ സെമ്മ തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒറ്റ സെറ്റ് ആക്കിയിരിക്കും. അപ്പൊ ഒരടിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഓ, അത് അങ്ങനെയല്ലേ നീയൊക്കെ കൂടെ ഉള്ളത്.
എന്നാ നീ ക്യാൻറ്റീനിലോട്ട് ചെല്ലു, ഞാനിപ്പോ വന്നേക്കാം. എടാ കാർത്തി, നീ ആ ലൈബ്രറിയിലോട്ടൊന്ന് ചെന്നേ. ഓ, ഞാനത് മറന്നു. ഞാനിതാ വരുന്നു. ഓ, കൊല്ലോ മനുഷ്യനെ. അയ്യോ സോറി സോറി. ഓ, മനുഷ്യനെ നടുവടിച്ചിട്ട് അവളുടെ ഒരു സോറി കൊണ്ട് ഉപ്പിലിട്ട് വെക്കടിയത്. അയ്യോ വേദനിച്ച ഒരുപാട്. ഏയ്, ബുക്കും അതിന്റെ കൂടെ നീയും മണ്ടയിലോട്ട് വീഴുമ്പോ സുഖമാണല്ലോ. നിന്റെ പേരെന്നാ പറഞ്ഞേ? അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. ഓ, അതിനെന്താ, ഇപ്പൊ പറയാലോ. എനിവേ, ഐ ആം കാർത്തിക്. മാളവിക. ബൈ ദ വേ, മാളവിക, താൻ മിസ്സാണോ മിസ്സിസ് ആണോ? എന്താ? അല്ല, താൻ മാരീഡ് ആണോ, കമ്മിറ്റഡ് ആണോ, അതോ സിംഗിൾ ആണോ? എന്താണെങ്കിലും ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടേ? ഓ, എന്ത് ചോദിച്ചാലും തരുമോ? ദേ ചുമ്മാ ഓവറാക്കല്ലേ. ഏയ്, കൂൾ കൂൾ. ഇങ്ങനെ ദേഷ്യപ്പെട്ട ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് ദേഷ്യമില്ല, കൺട്രോൾ ചെയ്ത് വെക്ക്. നമുക്കിനി ആവശ്യം വരും. ഡെന്നിച്ച, ഈ ഉണ്ണിമായ ആരാ? അവിടെ നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. ആദ്യം ഞാൻ ചോദിച്ചതിന് ആൻസർ പറ. അവൾ എന്റെ സെയിം ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടിയാ. ഞാൻ അതല്ല ചോദിച്ചേ. അവള് ഡെന്നിച്ചന്റെ ആരാന്ന. സത്യം പറ ഡെന്നിച്ച, ഡെന്നിച്ചൻ അവളെ ഇഷ്ടമല്ലേ? കുഞ്ഞി, ഇല്ലാത്തത് പറയല്ലേ കേട്ടോ. ഇല്ലാത്തതാണല്ലേ? പിന്നെന്തിനാ ഡെന്നിച്ച നിങ്ങളുടെ ഫോണിൽ അവളുടെ ഇത്രയും ഫോട്ടോസ്? അതെന്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ടാ. എന്നിട്ട് വേറെ ക്ലാസ്മേറ്റ്സിന്റെ ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നല്ലോ. എടാ കുഞ്ഞി, ചില ഇഷ്ടങ്ങൾ പറയാതെ മനസ്സിൽ വെക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇഷ്ടമാണ് പോയി പറയണം, അല്ലാതെ ഈ മനസ്സിൽ വെച്ചിട്ട് എന്ത് കിട്ടാനാ? നീ എനിക്ക് വേണ്ടിയല്ലേ ഡെന്നിച്ച അവളെ ഇങ്ങനെ വേണ്ടാതെ വെക്കുന്നത്? ഞാൻ ഓക്കെയാ. 6 മാസമായിട്ട് എനിക്കങ്ങനെ ഇപ്പൊ ഉണ്ടാവാറില്ലല്ലോ. നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? എന്റെ കുഞ്ഞിയുടെ ലൈഫിൽ അവളെ നന്നായിട്ട് നോക്കാൻ കഴിയുന്ന ഒരാള് വരുന്നത് വരെ ഇതിങ്ങനെ തന്നെ പോട്ടെ. പിന്നെ മായയുടെ കാര്യം, അവൾ എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും. വിട്ടേ വിട്ടേ വിട്ടേ, എന്നെ താഴെ ഇറക്കിക്കേ. വിടാനായിട്ടേ ഞാൻ നിനക്കൊരു പിടിക്കാൻ വന്നൊന്നുമല്ല. നിലത്ത് നോക്കി നടക്കണം, എങ്കിൽ ഇതുപോലെ താഴെ കിടക്കും. ഒന്ന് നിന്നേ. ഈ ഉണ്ണിമായ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? എന്ത് ബന്ധം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങളെപ്പോഴും ഒരുമിച്ചാണല്ലോ നടക്കുന്നേ. അതെന്താ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആരും ഒരുമിച്ച് നടക്കാറില്ലേ? അപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലേ? അല്ലാതെ നിങ്ങള് തമ്മില് വേറെ റിലേഷൻ ഒന്നുമില്ലല്ലോ? എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. നിനക്കെന്താ, ഇനി എന്നോട് പ്രേമം വല്ലതും ആണോ? അയ്യ, പ്രേമിക്കാൻ പറ്റിയൊരു മുതല്. ഞാൻ എൻ്റെ ഡെന്നിച്ചിന് വേണ്ടി ചോദിച്ചത്. ആരെ? എന്നെയോ? അയ്യേ, തന്നെയൊന്നുമല്ല, ഉണ്ണിമായനെ. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഐ തിങ്ക് എൻ്റെ ഡെന്നിച്ചിന് നിങ്ങളുടെ ഉണ്ണി ഇഷ്ടമാണ്. പക്ഷേ അങ്ങേരത് പുറത്ത് കാട്ടുന്നില്ല. നമുക്കെങ്ങനെയും അവരെ സെറ്റാക്കണം. എങ്ങനെ? അതൊക്കെ ഞാൻ പറയാം, ടൈം ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ സിംഗിളാണോ ആവോ? ആദ്യം ഉണ്ണിയുടെയും ദിന്നിയുടെയും കാര്യം സെറ്റാക്കാം, എന്നിട്ട് പോരെ ബാക്കിയല്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എനിക്ക് തിരക്കില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. അന്ന് അവൾ വന്ന് മാളവികനെ രക്ഷിച്ചത് കൊണ്ടാ എനിക്ക് ജിത്തുമായിട്ട് ഡേറ്റിന് പോകാൻ പറ്റാതെ വന്നത്. ഇനി അവളെ വെറുതെ വിട്ടാ അവള് ജിത്തുവിനെ എൻ്റെ അടുത്തുനിന്ന് തട്ടിയെടുക്കും. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം, ബട്ട്
എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഇപ്പെല്ലാം ഞാൻ ചെയ്തോളാം. ബട്ട് അതിന് പകരം എനിക്ക് ദയം വേണം. ജസ്റ്റ് ഫോർ 1 നൈറ്റ്. ഓക്കെ, ഡീൽ. എടാ ദയേ, നീ ഉണ്ണിമായോടൊന്ന് കമ്പ്യൂട്ടർ ലാബ് വരെ ചെല്ലാൻ പറയൂ. മാം പറഞ്ഞിട്ടാ. ആ ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ഉണ്ണിമായ, ഹായ്, ഐ ആം ദയ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരിക്കും അല്ലേ? ഡെന്നീസിൻ്റെ സിസ്റ്ററാ. ആടാ, എനിക്കറിയാം. നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടേണ്ടതുണ്ട്. ബിക്കോസ് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് വരുമല്ലോ. അല്ല, താനെന്തോ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ, അതിനിയും ടൈം ഉണ്ടല്ലോ. താനിപ്പോൾ കമ്പ്യൂട്ടർ ലാബ് വരെ ഒന്ന് ചെല്ല്, മാം വിളിക്കുന്നുണ്ട്. ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ. ഇവിടെ ആരെയും കാണുന്നുമില്ലല്ലോ. ഉണ്ണി, ഞാൻ എത്ര നേരമായി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് ഇത്രയ്ക്ക് വൈകിയത്? നീ എന്താ വിശാഖ ഇവിടെ? അല്ല, നീ എന്തിനാ ഡോർ ക്ലോസ് ചെയ്യുന്നേ? പ്ലീസ് ഉണ്ണി, നീ നീ എന്നെ കണ്ടില്ലെന്ന് നടിക്കാതെ. ആ ഡെന്നി, അവനെ ആലോചിച്ച് എന്തിനാ ജീവിതം കളയുന്നേ? ഇത് മതിയാക്ക. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വാ. യു നോ വാട്ട്, ഐ എം റിയലി ക്രേസി അബൌട്ട് യു. വിശാഖ്, നിന്നോട് വഴിന്ന് മാറാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ലേ ഞാൻ ഇപ്പം ബഹളം വെക്കും. അതിന് ഞാൻ നിന്നെ വിട്ടിട്ട് വേണ്ട. വാടി ഇവിടെ.